Once again, welcome back to Max at 360 degree with Sonia. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡു യു ഗൈസ് വാണ്ട് ടു നോ അബൌട്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ BSc മാത്തമാറ്റിക്സ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു BSc മാത്തമാറ്റിക്സ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതിപ്പം മാത്തമാറ്റിക്സ് ഡിഗ്രി എടുത്ത കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പൊ +2 ഇപ്പം റിസൾട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ +2 കുട്ടികളുടെ റിസൾട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ വരാനിരിക്കുന്നതേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകണം അല്ലെങ്കിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും. മാത്സ് എന്നൊരു സബ്ജക്ട് കാരണം കൊണ്ട് മാത്രം ഡിഗ്രി മാത്സ് എടുക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. നിങ്ങൾ അവസാനം വരെ കാണുക, കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുമെന്നുള്ള അത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ BSc മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു വിഷയം കഴിഞ്ഞിട്ട്, ആ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത്. അപ്പോൾ BSc മാത്തമാറ്റിക്സ് എന്ന് മാത്രമല്ല, ഡിഗ്രി എന്നുള്ള ആ ഒരു കോർ കൺസെപ്റ്റ് നമ്മൾ ആലോചിക്കുകയാണ്. അപ്പോ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പഠനം കഴിഞ്ഞ ഒരു ജോലി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഈ ഒരു BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞ് എന്ത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഡിഗ്രി കഴിഞ്ഞ പാടെ ജോലി വിചാരിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ PG, അത് കഴിഞ്ഞ് PhD, അങ്ങനെ പഠനം കുറച്ച് വർഷത്തേക്ക് പഠനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് ചിന്തിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും ഏത് ഏരിയയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികളാണോ അവർക്ക് അവിടെ ഒരു സ്പെഷ്യൽ സ്ഥാനം തന്നെ ഉണ്ടാവും. അത് ഇപ്പൊ ഈ ഒരു BSc മാത്സ് കഴിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാകാനായിട്ട് പറ്റും. മീൻസ് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ആ ജോബ് മാർക്കറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ BSc മാത്സ് കഴിഞ്ഞാണ്, അപ്പൊ നമുക്ക് അവിടെ ഒരു ചെറുതാണെങ്കിലും ഒരു സ്ഥാനം കിട്ടും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ട് രീതിയിലോട്ട് ചിന്തിക്കാം. ഒന്നെന്ന് പറയുന്നത് പെട്ടെന്ന് ജോലി മേടിക്കാം. അപ്പോ BSc മാത്സിന് കഴിഞ്ഞിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്നെന്ന് പറയുന്നത് BSc മാത്സ് കഴിഞ്ഞിട്ട് MSc മാത്സ് പ്ലസ് നമുക്ക് ഇപ്പൊ ടീച്ചിങ് ഫീൽഡ് ആണെങ്കിൽ B.Ed വേണം, അപ്പൊ B.Ed, പിന്നെ നമുക്ക് PhD എടുക്കണമെങ്കിൽ PhD, ഇതുപോലെ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ക് നമ്മൾ ചെയ്യും. അത് നമ്മൾ പഠനം തന്നെ മുന്നോട്ട് പോകുകയാണ്. അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്, അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ടെന്നല്ല, അങ്ങനെ ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. കാരണം ഇന്നത്തെ കാലത്ത് ക്വാളിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോ ഒരു മീൻസ് പോകാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് BSc മാത്സ് കഴിഞ്ഞിട്ട് MSc മാത്സ് പഠിക്കുക. MSc മാത്സ് 2 വർഷമാണ്. അപ്പൊ ഇവിടെ ഇപ്പം ഡിഗ്രി എന്ന് പറയുന്നത് 4 വർഷമാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഡിഗ്രി എന്ന് പറയുന്നത് 3 വർഷമായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഈ ഒരു 4 ഇയർ ഡിഗ്രി കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേരളത്തില്. അപ്പോ ഈ ഒരു 4 ഇയർ BSc മാത്സ് കഴിഞ്ഞിട്ട് 2 വർഷം MSc മാത്സ്. അപ്പൊ ഈ ഒരു 4 ഇയർ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ കൂടെ ഈ ഒരു MSc മാത്സും PhDയും ചെയ്യുന്നതിന് കുറച്ച് ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറൊരെണ്ണം ചെയ്യാം. അപ്പൊ ഒരു എന്താ പറയാ, 4ാമത്തെ വർഷം നമുക്ക് MSc മാത്സ് അത് ഒന്ന് മീൻസ് നമുക്ക് മെർജ് ചെയ്ത് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു MSc മാത്സ് 2 വർഷം, അത് കഴിഞ്ഞ് B.Ed ഇപ്പൊ 2 വർഷമാണ്. അപ്പൊ B.Ed ചെയ്യുന്നവരാണെങ്കിൽ 2 വർഷം B.Ed, പിന്നെ PhD എന്ന് പറയുന്നത് മിനിമം 3 വർഷമാണ്, മാക്സിമം 5 വർഷമാണ്. അപ്പൊ ഈ മിനിമം 3 വർഷം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും 3 വർഷം കൊണ്ട് PhD ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കരുത്. കാരണം അത് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. 3 വർഷം മിനിമം ആണ്. അതുകൊണ്ട് 3 വർഷത്തിൽ കൂടുതൽ തന്നെ വിചാരിച്ചാൽ മതി. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് 4 വർഷം ഡിഗ്രി, 2 വർഷം MSc, പിന്നെ 2 വർഷം B.Ed ചെയ്യുന്നുണ്ടെങ്കിൽ B.Ed, ഇത് കഴിഞ്ഞ് 3 വർഷം PhD ചെയ്യുന്നുണ്ടെങ്കിൽ PhD, മിനിമം 3 വർഷം. അപ്പൊ ടോട്ടൽ എല്ലാം കൂടെ അല്ലേ എത്രയായി? 4 2 6 2 8 3 11, ഒരു 12 വർഷം
പഠനം തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് ജോലിക്ക് പോവാ, വേണമെങ്കിൽ ജോലിക്ക് പോവാ അതിന്റെ ഇടയ്ക്ക്. പക്ഷെ ഈ ഒരു പഠനവും ജോലിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം. ഇനി അടുത്ത സെക്ഷൻ മീൻസ് അടുത്ത ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് BSc മാത്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ ഈ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾ ഇപ്പൊ കുറെ ഉണ്ട്. ഡിപ്ലോമ കോഴ്സുകൾ. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിപ്ലോമ കോഴ്സുകൾ, ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ട്. ജസ്റ്റ് 6 മാസമേ ഉണ്ടാവത്തുള്ളൂ. 6 months ഒരു കോഴ്സ് ചെയ്യുക, ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യുക. അത് ഇന്നത്തെ കാലത്ത് അത്രയും സ്കോപ്പ് ഉള്ള കോഴ്സുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഡിപ്ലോമ കോഴ്സുകൾ, അപ്പൊ ഈ ഗ്രാഫിക് ഡിസൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ഒരു സെക്ഷനിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഈ മാത്സ് പഠിച്ചതായതുകൊണ്ട് നമുക്ക് കുറച്ച് എന്താ പറയാ നല്ല രീതിയിൽ എക്സ്പോഷർ കിട്ടും. BSc മാത്സ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ 2 സബ്ജക്റ്റുകൾ ഉണ്ടാവും. എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും. കോംപ്ലിമെന്ററി മീൻസ് അതുപോലെ ഫിസിക്സ് കൂടി ഉണ്ടാവും. കോംപ്ലിമെന്ററി ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ചില കോളേജുകളിൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും. ഫിസിക്സിന് പകരം കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും. അങ്ങനെ BSc മാത്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികള് ഈ ഒരു 3 സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ 4 വർഷത്തെ ഡിഗ്രിക്ക് ഈ ഒരു സബ്ജക്റ്റുകൾ കൂടാതെ വേറെ സബ്ജക്റ്റുകളും പഠിക്കാനുള്ള ചാൻസുകൾ ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അപ്പോൾ BSc മാത്സ് പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുന്ന മെയിൻ 3 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ്, ഒന്ന് ഫിസിക്സ്, ഒന്ന് കമ്പ്യൂട്ടർ സയൻസ്. അപ്പം ഈ കോഴ്സ് ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പം ഈ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിരിക്കും ആ ഒരു കോഴ്സ് ചെയ്യാനായിട്ട്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് ചിലപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനെയുള്ള കോഴ്സുകൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ കോഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോഡിംഗ് ആണ്. അപ്പൊ ഈ ഡിപ്ലോമ കോഴ്സുകൾ കോഡിംഗിൽ ചെയ്യുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. അപ്പൊ ഈ ഡിപ്ലോമ കോഴ്സുകൾ 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ചിലപ്പോൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ ഇന്റേൺഷിപ്പിൽ കയറി 1 വർഷം വർക്ക് എക്സ്പീരിയൻസ് ആക്കി മീൻസ് അതിൽ തന്നെ നമുക്ക് ജോലി കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ജോബ് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാം. നമുക്ക് നല്ല ജോലികൾ കിട്ടും, നല്ല സാലറിയിൽ തന്നെ ജോലികൾ കിട്ടും. അപ്പം ഡിപ്ലോമ കോഴ്സുകൾ ചെയ്ത് നല്ല ജോലി, നല്ല സാലറിയിൽ, നല്ല സ്ഥലത്ത്, നല്ല കമ്പനികളിൽ, MNCകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡിപ്ലോമ കോഴ്സുകൾ ചെയ്ത് ജോലി മേടിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അപ്പം അത് കഴിഞ്ഞ് ഡിപ്ലോമ കോഴ്സുകളുണ്ട്. പിന്നെ ഒരു പുതിയ കോഴ്സ് എന്ന് പറയുന്നത് ഡാറ്റ അനലിറ്റിക്സ്. അതും ഡിപ്ലോമ കോഴ്സുകളും ഉണ്ട്, അല്ലാതെ PG കോഴ്സുകളും ഉണ്ട്. ബിഗ് ഡാറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ അവസാന വർഷം ക്യാമ്പസ് ഇന്റർവ്യൂവിൽ തന്നെ നമുക്ക് നല്ല സ്ഥലത്ത്, നല്ല TCS പോലുള്ള നല്ല കമ്പനികളിൽ നമുക്ക് പ്ലേസ്മെന്റുകൾ കിട്ടും. അങ്ങനെ നമുക്ക് ജോലി പെട്ടെന്ന് മേടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു BSc മാത്സ് പഠിക്കുന്ന സമയത്ത് തന്നെ അവസാന വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ പഠിക്കുന്ന കോളേജുകൾ നല്ലതാണെങ്കിൽ, നല്ല പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അവിടെ ക്യാമ്പസ് ഇന്റർവ്യൂകൾ വരും. അപ്പൊ നമുക്ക് അവിടെ വിപ്രോ, TCS പോലെയുള്ള വലിയ കമ്പനികളിൽ ഡിഗ്രി കഴിഞ്ഞ പാടെ നമുക്ക് ജോലിയും പഠിത്തവും, നമ്മുടെ MSc പഠനം, നമ്മുടെ മീൻസ് PG പഠനം ഈ ഒരു ജോലിയുടെ കൂടെ തന്നെ ഈ വിപ്രോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് പഠിത്തവും ക്വാളിഫിക്കേഷനും ഉണ്ടാവും, അതിന്റെ കൂടെ നമ്മുടെ കയ്യിൽ ഒരു ജോലിയും സേഫ് ആയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് BSc മാത്സ് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളതിനെ കുറിച്ച് പെട്ടെന്നൊരു ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഡൗട്ടുകൾ, കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വീഡിയോ ഇനിയും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഡൗട്ടുകള്, നിങ്ങളുടെ അഭിപ്രായങ്ങള്, നിങ്ങളുടെ ടെൻഷനുകൾ, കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് +2 കഴിഞ്ഞ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ BSc മാത്സ് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാം.